ഏതെങ്കിലും ഒരു കാറ്റഗറി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ് എങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുക? നമുക്ക് ആ ഒരു ലോക്കൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലോട്ട് മാത്രം എത്തിയാൽ പോരെ? അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലോക്കൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലോട്ട് മാത്രം എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതും ഏജ് ബേസ് ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ അവരുടെ അടുത്തോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബിരിയാണി ഐറ്റംസ് നിർമ്മിക്കുന്ന ആളാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളോട്ട് മാത്രം നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വീട്ടിൽ ഊണൊക്കെ റെഡിയാക്കി നൽകുന്ന ആളാണെങ്കിൽ ഇത്തരത്തിൽ ഊണ് നോക്കുന്ന ആളിലോട്ട് മാത്രം നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യും, എന്തൊക്കെയാണ് ലീഗൽ സൈഡ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റാഫ് നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. സിലബസ് വായിക്കുക. സിലബസ് വായിച്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മളുടെ അടുത്ത് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കേട്ടോ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.